പക്ഷേ പൃഥ്വിരാജിന്റെ ജാതകം RSS നോക്കണ്ട എന്ന് പൃഥ്വിരാജിന്റെ അമ്മയും നടിയും ഒക്കെ മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ RSS തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ജാതകം നോക്കുന്നില്ല, പക്ഷേ സിനിമാ സംഘടനകൾ പൃഥ്വിരാജിനെ വിലക്കിയ സമയത്ത് RSSന്റെ ജാതകം നോക്കി മല്ലിക സുകുമാരൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ പലരും പറയുന്നുണ്ട് സുപ്രിയയുടെ ജാതകം കൂടി ഒന്ന് നോക്കി വെച്ചേക്ക്, കാരണം BBC-യുമായി ബന്ധപ്പെട്ടുള്ള ചില അജണ്ടകൾ പൃഥ്വിരാജിന്റെ പ്രിയ പത്നി സുപ്രിയയ്ക്കുമുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ RSSനാണോ പ്രശ്നം, മല്ലിക സുകുമാരനാണോ പ്രശ്നം, അതോ സിനിമയ്ക്കാണോ ജനങ്ങൾക്കാണോ പ്രശ്നം? അല്ല, പ്രശ്നം ഓരോടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പ്രശ്നം ഇങ്ങനെ വ്യാപകമായിട്ട് അല്ല. കാരണം ഇതൊക്കെ എല്ലാ തരത്തിലും ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വളർന്ന് വികസിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അതിനകത്ത് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭാഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരും. ഇപ്പം മല്ലിക സുകുമാരൻ അഭിപ്രായ പ്രകടനം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എൻ്റെ മകനെ എല്ലാവരും കൂടി ഒറ്റുകൊടുക്കും, അവനെതിരായിട്ട് വലിയ ഗൂഢാലോചന നടക്കുന്നു. RSS ആണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പൃഥ്വിരാജിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. തുടർ ലേഖനങ്ങളാണ്, 1, 2, 3 ലേഖനങ്ങളൊക്കെ പൃഥ്വിരാജിനെതിരെ എഴുതുന്നു എന്നുള്ളത് വലിയ രീതിയിൽ മല്ലിയെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെ, മകനെതിരെ RSS എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ ജാതകത്തിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ തിരിച്ച് മല്ലിക സുകുമാരനും അതേപോലെ തന്നെ പൃഥ്വിരാജൊക്കെ നേരത്തെ RSSനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അതായത് താരസംഘടന അല്ലേ, താരസംഘടന ഇദ്ദേഹത്തെ വിലക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് അത് ശരിയല്ല, അതിൽ ഇടപെടണം എന്ന് പറയാൻ അവർ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇത് നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറഞ്ഞ സാധാരണ ഇത് നടക്കും. RSS സഹായിക്കും, RSSനെ അവർ സഹായിക്കും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തുന്ന സമയത്ത്, അവർ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് അതിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ അമ്മ എന്ന നിലക്ക് തന്നെ മല്ലിക സുകുമാരൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു അമ്മയുടെ ശബ്ദമായിട്ടാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. രാഷ്ട്രീയ ശബ്ദം വേറെ പലതുണ്ട്, പല രീതിയിലും രാഷ്ട്രീയമായിട്ട് അനുകൂലിച്ചും എതിർത്തുമൊക്കെ നിൽക്കുന്നത്. ഒരു വിഷയം സമയത്ത്, ഇതിപ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ നമ്മളെല്ലാം മറന്നു പോകും. അവരും മറക്കും, എല്ലാവരും മറക്കും. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ വേറൊരു വിഷയം വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ RSSനോട് ഈ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, RSS തിരിച്ച് ഇവരോട് പറഞ്ഞു തന്നിരിക്കും. ഇതൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇഷ്യൂസിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ടോ, രാഷ്ട്രീയ നിലപാടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്കറിയാം, എമ്പുരാൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നിലപാട് പൃഥ്വിരാജ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പൃഥ്വിരാജിനെതിരായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ആക്ഷേപം എന്ന് പറയും. കാരണം RSS എതിർത്തു, സംഘപരിവാർ ശക്തികൾ വലിയ തോതിൽ ഭീഷണി മുഴക്കി. അപ്പോൾ അത് തിരുത്താൻ അവർ തയ്യാറായി. മോഹൻലാൽ തിരുത്തി, മോഹൻലാലിനോടൊപ്പം തന്നെ പൃഥ്വിരാജും തിരുത്തി. എന്നാൽ തിരുത്താതെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അതാരാണത്? മുരളി ഗോപി. മുരളി ഗോപി അങ്ങനെയൊക്കെയാണ്. മുരളി ഗോപി തിരുത്താൻ തീരുമാനിച്ചിട്ടില്ല. കാരണം സിനിമ നിർമ്മിക്കുന്ന സമയത്ത് സിനിമയുടെ തിരക്കഥ എഴുതുമ്പോഴൊക്കെ അവർക്കറിയാം ഇത് ഇന്നതാണ് തിരക്കഥ, ഈ തിരക്കഥ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. പക്ഷെ അവർ ആ ഇമ്പാക്റ്റ് അങ്ങനെ പ്രകടമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സൂചനകൾ നൽകിയിട്ടില്ല. അതിനകത്ത് ഇന്നതാണ്, ഇന്ന രീതിയിൽ അങ്ങനത്തെ അതില്ല. അതിന് പകരമായിട്ട് അത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷത്തിലില്ല, വളരെ പരോക്ഷമായിട്ടുള്ള രീതിയിൽ ഉന്നയിക്കും. എപ്പോഴും കലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് പരോക്ഷമായിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു രാഷ്ട്രീയം, അത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിൽ ശരിയാണ്, മല്ലിക സുകുമാരൻ വളരെ പ്രക്ഷുബ്ധയായിട്ട് അവരുടെ മകനെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിന് എതിരെ മുന്നോട്ട് വരികയും RSS ആണ് ആ കാര്യത്തിൽ അങ്ങനത്തെ നിലപാടെടുത്തിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് RSS തിരിച്ചു വയ്ക്കുക, ഞങ്ങൾ പണ്ട് നിങ്ങളെ സഹായിച്ചു, നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളും അതേപോലെ തന്നെ ചോദ്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡൊന്നും ഇവർക്കില്ല. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കലായിട്ട് കലയെ സമീപിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡിൻ്റെ പ്രശ്നം. മുരളി ഗോപിക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇതിൻ്റെ അകത്ത് അഭിപ്രായമൊന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കൊരു തന്തയുള്ളൂ എന്ന് പറയുന്ന നിലപാട് അദ്ദേഹം എന്താണ്, ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കഥാപാത്രത്തെ കൊണ്ട് എന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ സഹോദരനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്, ഇന്ദ്രജിത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. അതാണ് അയാളുടെ നിലപാട്. അപ്പോൾ അയാൾക്ക് നിലപാടുണ്ട്. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, സിനിമയ്ക്ക്
എപ്പോഴും ഒരു ബിസിനസ് ആങ്കർ ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു ഫേസ് ഉണ്ട്. ആ ബിസിനസ്സിൽ ഈ പറയുന്ന എല്ലാ വിവാദങ്ങളും അവർക്ക് ഗുണകരമായി തീർന്നു. ഒരുപാട് പണം അവരുണ്ടാക്കി കഴിഞ്ഞു. അനുകൂലമായ വിവാദം, എതിരായ വിവാദം എല്ലാം കൊണ്ട് തിയേറ്ററിലെ ആളുകളിങ്ങനെ ഇരച്ച് കയറിക്കൊണ്ട്. ശരിയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്, അതൊരു സിനിമയെ സിനിമയായി കാണണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. ആ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അടക്കം ഉന്നയിച്ചു. ആ സിനിമ BJP അനുകൂലമായ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായി ഉണ്ടാക്കിയ സിനിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു ഭാഗത്ത്. കശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. അത് പ്രദർശിപ്പിക്കാൻ ഇവിടെ അനുവദിക്കാത്ത തരത്തിലേക്ക് മാധ്യമങ്ങൾ അടക്കം അഴിഞ്ഞാടിയ ഒരു അവസ്ഥയുണ്ടായി. അപ്പോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചില സിനിമകൾ നിങ്ങൾ പ്രദർശിപ്പിക്കരുത്, എന്നാൽ BJPക്ക് വിരുദ്ധമായി ഒരു സാധനം വന്നാൽ അത് കൃത്യമായി പ്രദർശിപ്പിക്കുകയും വേണം. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൃത്യമാണ്. സജി ചെറിയാൻ TP 51 എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആ സിനിമ ഇറങ്ങാൻ പോലും അനുവദിച്ചിട്ടില്ല. അതിന്റെ നിർമ്മാതാവും സംവിധായകനും ഇപ്പോഴും പെരുവഴിയിലാണ്. എന്നെങ്കിലും ആ സിനിമ ഇറങ്ങാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇരട്ടത്താപ്പ് നയം എടുക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായി. നിങ്ങളൊരു സിനിമയെ പൊളിറ്റിക്കലായിട്ട് കാണുന്ന സമയത്ത് മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം അതിൻ്റെ അകത്ത് ഉയർന്നു വരുന്നത്. നിങ്ങൾ സിനിമയെ കച്ചവട സിനിമയായിട്ട് കാണുകയെന്ന് വെച്ചാൽ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നുമില്ല. അവൻ്റെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് വിവാദങ്ങളുണ്ടാവും. ആ വിവാദങ്ങളെ അവരുപയോഗിക്കും, അവർ തടിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ഫ്രീഡം, നമ്മൾ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് ഭരണഘടനയിൽ പറയുന്ന സംഭവം, അത് പ്രകടമാക്കാനായിട്ട് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ സിനിമ എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിനെതിരായിരിക്കും, ചിലപ്പോൾ അത് BJPക്കോ RSSനെതിരായിരിക്കും, ചിലപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരായിരിക്കാം, മുസ്ലിം സമുദായത്തിനെതിരായിരിക്കാം, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിരിക്കാം, ചിലപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിരിക്കും. ഇതൊക്കെ സംഭവം. കാരണം ഇവരൊക്കെ സമൂഹത്തിൻ്റെ പാർട്ടാണ്. കമ്മ്യൂണിസ്റ്റുകളായാലും RSSകാരായി കഴിഞ്ഞാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾ ആർ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം സിനിമകളിലേക്ക് വരുന്നത്. കാരണം സിനിമ ആകാശത്ത് പൊട്ടി വീഴുന്നതല്ല, സമൂഹത്തിൽ നിന്ന് മുളച്ചു വരുന്നതാണ്. സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞാണ് സാധാരണ രീതിയിൽ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ത്രെഡ് ഡെവലപ്പ് ചെയ്യും. അത് കലയുടെ ആംഗിളിൽ തന്നെ നല്ല രീതിയിൽ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നത് കലയ്ക്ക് ഗുണമാണ്, സമൂഹത്തിനും ഗുണമാണ്. പക്ഷേ പൊളിറ്റിക്സൊക്കെ അതിനകത്ത് കയറി വരും. പൊളിറ്റിക്സ് കയറി വരുന്ന സമയത്ത് മുൻകാലങ്ങളിൽ അങ്ങനെ കയറി വന്നാൽ ആരും അത് അങ്ങനെ പരിഗണിക്കാറില്ല. അങ്ങനെ എത്രയോ സിനിമകൾ കടന്നു പോയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇപ്പം എന്തെങ്കിലും ഒരാൾ മൂത്രമൊഴിച്ചാൽ പോലും അത് ഹിന്ദു വിരുദ്ധമാണെന്നോ മുസ്ലിം വിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധമാണെന്നോ പറയാനായിട്ട് നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരതിനോട് പ്രതികരിക്കും. അപ്പോൾ ഈ കലാകാരന്മാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വളരെ സൂക്ഷ്മമായി ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ തിരുത്തലും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇത് കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. അങ്ങനെയൊന്നും പറയാൻ ഇവരാരും തയ്യാറില്ല. കാരണം വെച്ചാൽ ഇവർക്കത് നമ്മൾ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമല്ല, അത് കച്ചവടത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ കച്ചവടത്തിൽ നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ നിലനിൽക്കും? അപ്പോൾ അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ, വിവാദങ്ങൾ ഉണ്ടാവട്ടെ, തിരുത്തലുകൾ നടത്താം. അങ്ങനെ പോകുന്ന ഒരു കാലമാണത്. വലിയ ബഹളത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഈ ബഹളങ്ങളും എല്ലാവരും കൂടിയൊക്കെ ആസ്വദിച്ച് അവസാനിപ്പിക്കും എന്നാണ് മനസ്സിലായി.